നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുടി വളർച്ചയിൽ റിസൾട്ട് കാണിക്കുന്ന റോസ്മേരി വാട്ടർ വീട്ടിലെങ്ങനെ തയ്യാറാക്കാം നോക്കാം. റോസ്മേരി വാട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റോസ്മേരി ലീവ്സ് തന്നെയാണ്. വീട്ടിൽ റോസ്മേരിയുടെ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലീവ്സ് കട്ട് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് കിട്ടും, അത് നമുക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് പുതിനയാണ്. പുതിനയും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ലീവ്സ് എടുക്കാം. പുതിനയുടെ ഇലകൾ നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കാം. ഇനി അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക, അത് ഓപ്ഷനിലാണ്, ചേർക്കണം നിർബന്ധമില്ല. പക്ഷേ ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് ഏറെ നല്ലതായിരിക്കും. ഇനി ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുപാട് തയ്യാറാക്കി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന റോസ്മേരി വാട്ടർ ആകുമ്പോൾ അതിനകത്തിൽ പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് ചീത്തയാവാതിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഒരുപാട് തയ്യാറാക്കി വെച്ചാൽ ചിലപ്പോൾ ചീത്തയായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കൈപ്പിടി പുതിന ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ അളവിൽ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അഴുക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണമെങ്കിൽ ഇഞ്ചിയുടെയും റോസ്മേരിയുടെയും പുതിനയുടെയൊക്കെ ആ ഒരു സത്ത് ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ. നന്നായിട്ട് തിളവന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്കിതൊരു പാത്രം വെച്ച് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കത് അടപ്പ് തുറന്ന് മാറ്റി വെക്കേണ്ട, അത് അടച്ച് തന്നെ അങ്ങനെ തന്നെ വെച്ചേക്കുക. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ അടപ്പ് മാറ്റി എടുക്കാവുള്ളൂ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് ഒരു ബോട്ടിലിനകത്തിലേക്ക് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കാം. സ്പ്രേയിങ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. രാവിലെയോ വൈകിട്ടോ നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. രാത്രിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉറങ്ങാനായിട്ട് പോകാൻ പാടുള്ളൂ. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കഴുകി കളയണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുൻപ് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കഴുകി കളയാം. കഴുകി കളഞ്ഞില്ലെങ്കിലും ഇത് കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇതുവരെ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ.